ഒരു കാര്യത്തിൽ തീരുമാനമായി. ഇനി ഒരു കാര്യത്തിൽ കൂടി തീരുമാനമാകാനുണ്ട്. അതുകൂടി ഒന്ന് കയ്യോടെ തീർന്നു കിട്ടിയാൽ സമാധാനമായേനെ. രണ്ടാമത്തെ കാര്യം ആദ്യം പറഞ്ഞേക്കാം. അത് മറ്റൊന്നുമല്ല, പ്രസിഡന്റ് ട്രംപിന് ഒരു നോബൽ സമ്മാനം കിട്ടണം. അത് അവിടെ പാകിസ്ഥാൻകാർ ശുപാർശ ചെയ്യുന്നു, ഇവിടെ പിന്നെ കോൺഗ്രസ് അംഗങ്ങൾ ശുപാർശ ചെയ്യുന്നു, അവർ ചെയ്യുന്നു, ഇവർ ചെയ്യുന്നു. തനിക്കൊരു നോബൽ സമ്മാനം കിട്ടേണ്ടതുണ്ട്. കാരണം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചു, ഇനി ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിങ്ങനെ പ്രസിഡന്റും ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് കൊടുത്ത് ഈ ഒരു പ്രശ്നം ഒന്ന് തീർത്ത് ഒരു സമാധാനം ഉണ്ടാക്കി തരേണ്ട ബാധ്യത നോബൽ കമ്മിറ്റിക്ക് ഉണ്ട്. ഞാനീ പറഞ്ഞ കാര്യം തന്നെ ഇന്ത്യയിലും ചിലർ പറഞ്ഞ ഒരു സമാധാനമാകുമല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഈ പറയുന്നത് കേൾക്കണ്ടല്ലോ എന്ന് പറയുന്നത് പിന്നെ വായിക്കുകയും ഉണ്ടായി. ഇനി അതല്ല പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ ഈ നമ്മുടെയൊക്കെ ചരിത്രമൊക്കെ എടുത്തു നോക്കിയാൽ പിന്നെ പ്രണയവും പ്രേമവും ഒക്കെ ചെറുപ്പക്കാർ തമ്മിലുള്ള പ്രണയവും പ്രേമവുമാണ്. ഏതെങ്കിലും കഥയിൽ, ഏതെങ്കിലും ഏതെങ്കിലും കലാസൃഷ്ടിയിൽ ഈ വയസ്സനും വയസ്സിനും തമ്മിലുള്ള പ്രേമം പിന്നെ ചിത്രീകരിച്ച ഒരു പിന്നെ ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു നാടകം അല്ലെങ്കിൽ അതുപോലുള്ള ഒരു കലാസൃഷ്ടി സിനിമ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. ഒരു ഇപ്പം പിന്നെ ഈ സീതാദേവിയെ മോഷിച്ചുകൊണ്ട് പോയി, അപ്പോൾ അതിനെതിരെ പിന്നെ ശ്രീരാമൻ പോരാട്ടം നടത്തി തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ സീതാദേവി അന്നും ചെറുപ്പമാണ്. ഇനി പിന്നെ ഹെലൻ ഓഫ് ട്രോയി അവരും ചെറുപ്പമാണ്. അതുപോലെ തന്നെ പെനിലോപ്പ് ഒഡീസിയസിൻ്റെ ഭാര്യ അവരും ചെറുപ്പമാണ്. പിന്നെ ക്ലിയോപാട്ര അവരും ചെറുപ്പമാണ്. ഇങ്ങനെ ഈ നായികാ കഥാപാത്രങ്ങൾ എല്ലാവരും തന്നെ, അല്ലെ പ്രേമകഥയിലെ നായികമാരെല്ലാം ചെറുപ്പക്കാരാണ്. പക്ഷേ ഇപ്പം നമ്മളിവിടെ ഒരു വല്യപ്പനും വല്യമ്മയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ ദിവസം കണ്ടു. വെനീസിൽ വെച്ച് 50 മില്യനാണ് പൊടിച്ചത്. അല്ലാതെ വേറെ എത്ര പൊടിച്ചിട്ടുണ്ടോ നമുക്കറിയാം. പൊടിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. കാരണം അവരിഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അവരല്ല, ആമസോണിൻ്റെ മുതലാളി ജെഫ് ബെസോസ് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് 61 വയസ്സ്. ഈ വധുവിന് ലോറൻ സാഞ്ചസ് അവരേതാണ്ട് 57-58 വയസ്സുണ്ട്. അപ്പോൾ രണ്ടു കൂട്ടർക്കും മക്കളും പിന്നെ കൊച്ചുമക്കളുണ്ടോ എന്ന് അതിനെപ്പറ്റി കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടെ. ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെയുള്ള ആളുകളാണ്. അപ്പോൾ അവരുടെ പ്രണയ നാടകങ്ങളും ഇതെല്ലാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. അവർ ആ കപ്പലിൽ പോകുന്നു, ഈ കപ്പലിൽ പോകുന്നു. അത് പിന്നെ ഇവരുടെ ചിത്രങ്ങളും മറ്റേ മറിച്ചും എന്തോ ഒരു സമാധാനക്കേടായിരുന്നു. ഏതായാലും അതൊന്ന് ഒഴിഞ്ഞു കിട്ടി കല്യാണത്തോടുകൂടി. അപ്പോൾ ഈ വല്യപ്പ പ്രണയം ഇത്ര പ്രധാനപ്പെട്ട സംഭവമാണെന്ന് ഇതേവരെ വിചാരിച്ചുകൊണ്ടിരുന്നില്ല. അപ്പോൾ ഉണ്ട്. അതിനേക്കാൾ വലിയ സംഭവം നമ്മളെന്താ നോർത്ത് കരോലിനാണെന്ന് തോന്നുന്നു. 72 വയസ്സോ മറ്റുള്ള ബെൽച്ചിക്, അദ്ദേഹം അവിടുത്തെ പിന്നെ സ്പോർട്സ് കോച്ചോ എന്തൊക്കെയാണ് യൂണിവേഴ്സിറ്റിയുടെ. അദ്ദേഹവും ഏതാണ്ട് 22 വയസ്സുള്ള ഒരു പെങ്കൊച്ചുമായിട്ടുള്ള അഫെയർ. അപ്പോൾ ആ പെങ്കൊച്ച് അത് അമേരിക്കൻ പത്രങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ വയസ്സായാലും വലിയ പ്രശ്നമില്ല, പിന്നെ പ്രേമിക്കാൻ പ്രായമാകുന്നതിന് പ്രശ്നമില്ല എന്നാണ് ഇതൊക്കെ തെളിയിക്കുന്നത്. പക്ഷേ ഈ ജെഫ് ബെസോസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് തരപ്പടിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് പിന്നെ വിവാഹം കഴിക്കുന്നത്. 61 വയസ്സും 58 വയസ്സും, രണ്ട് ഒരു വല്യപ്പനും ഒരു വല്യമ്മയും തമ്മിൽ ഒരു കുഴപ്പമില്ല, ആക്ഷേപം പറയാനൊന്നുമില്ല. അപ്പോൾ ഇതിനിടയിൽ ഈ പിന്നെ ഈ ലോകത്തിൻ്റെ ഒരുവിധപ്പെട്ട യോഗ്യരായ ആളുകളെല്ലാം തന്നെ അവിടെ വെനീസിൽ കല്യാണത്തിന് പോയി. ഇനി കല്യാണത്തിന് ഇൻവിറ്റേഷൻ കിട്ടാത്ത ചിലർ കുശുമ്പ് ഇവിടെ പറയുന്നുണ്ട്. എന്താ പിന്നെ പിന്നെ തെറോൺ അങ്ങനെയൊക്കെയുള്ള ചില ആളുകൾ പറയുന്നതും കണ്ടു. പക്ഷേ എല്ലാവരും പിന്നെ വളരെ ആഹ്ലാദപൂർവ്വം പറയുന്നൊരു കാര്യമുണ്ട്. ഈ ജെഫ് ബെസോസിൻ്റെ ആദ്യ ഭാര്യ മക്കൻസി സ്കോട്ട്, അവരെപ്പറ്റി എല്ലാവരും വളരെ അഭിനന്ദന സൂചകമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 25 വർഷത്തോളം അവരൊരുമിച്ച് വിവാഹ ജീവിതം നയിച്ചവരാണ്. 3 മക്കളും ഒരു വളർത്തുമകനോ മകളോ ഉണ്ട്. പിന്നെ എന്ന് മാത്രമല്ല, ഈ ആമസോൺ തുടങ്ങുന്ന ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ്. അത് തുടങ്ങിയാണ് അവർ രണ്ടുപേരും കൂടിയാണിത് വളർത്തിയെടുക്കുന്നത്. ഇനി ആമസോൺ ഇവർ തമ്മിൽ വിവാഹമോചനം നേടിയപ്പോൾ ഈ പിന്നെ ട്രംപിൻ്റെ അല്ല, ബെസോസിൻ്റെ 4/1 സ്വത്ത്, ഏതാണ്ട് $35 ബില്യൺ സ്വത്ത് ഇവർക്ക് കൊടുക്കുകയുണ്ടായി. 4/1 കൊടുത്തുള്ളൂ, 25%. അതുപോലെ തന്നെ ആമസോണിൽ ഏതാണ്ട് 4% സ്റ്റേക്കും ഇവർക്കുണ്ട്. അപ്പോൾ പിന്നെ ആ സ്വത്തിൽ 35 ബില്യൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാനാവാത്ത അത്രയും വലിയ തുകയാണ്. അതിപ്പോൾ എത്രയോ 38 ബില്യണോ അങ്ങനെ. പിന്നെ അപ്പോൾ അതിൻ്റെ പകുതി തുക അവർ ഇതിനകം തന്നെ ചാരിറ്റിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നു. ഏതാണ്ട് 1800 സംഘടനകൾക്ക് ഈ $19 ബില്യണോളം അവർ കൊടുത്തിരിക്കുന്നു. അപ്പോൾ അത്രയധികം ചാരിറ്റി ചെയ്യുന്ന പിന്നെ ആരും തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. അത്രയും ചാരിറ്റി ചെയ്തിട്ടുള്ള ഒരാളും ഇല്ല എന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ അത്രയ്ക്കും മഹതിയായ ഒരു വ്യക്തിയാണ്. അവർ അറിയിക്കുന്ന രീതിയിൽ അവർ ആദരിക്കപ്പെടുന്നില്ലെങ്കിൽ, അവരെപ്പറ്റി അങ്ങനെ വലിയ പിന്നെ വിവാദങ്ങളോ അല്ലെങ്കിൽ വാർത്തകളോ ഒന്നും കാണുന്നില്ലെങ്കിലും, അപ്പോൾ ഇത്രയും
വലിയ മനുഷ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സ്ത്രീയാണവർ. അപ്പോൾ അവരെ പറ്റിയും ഈ വിവാഹവേളയിൽ പിന്നെ പലരും അനുസ്മരിച്ച് കണ്ടു. എന്തായാലും ഈ നവവരനും വധുവിനും വളരെ മംഗളങ്ങൾ നമുക്ക് നേരാം. വയസ്സായെങ്കിലും പ്രേമത്തിന് പിന്നെ കണ്ണും മൂക്കും കാലും മാത്രമല്ല പ്രായവും ഒരു പ്രശ്നമല്ല എന്നാണ് കരുതുന്നത്. നമ്മുടെ അച്ചായന്മാർക്കൊക്കെ ഒന്ന് പരിശ്രമിച്ച് നോക്കാവുന്നതാണ്. ഈ കള്ളടിച്ചിരിക്കാതെ ഇങ്ങനെയുള്ള ചില കുസൃതി കാര്യങ്ങളിലേക്കൊക്കെ പിന്നെ അവർക്കും ഒരു കണ്ണിട്ട് നോക്കാവുന്നതാണ് എന്ന് തോന്നുന്നു.